അപ്പാർട്ട്മെന്റ്സിലൊക്കെ നോർമലി വളരെ ചെറിയ സ്പേസ് ആയിരിക്കും വാഷ്റൂമിന് വരുന്നത്. പക്ഷെ നമുക്കത് പ്രീമിയം ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിത് സീലിംഗ് ഗ്രിഡ് സീലിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ കൊടുത്തേക്കുന്നത് റെയിൻ ഷവർ വരുന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്ക് കറക്റ്റ് ആ ഒരു പ്രോപ്പർ സീലിംഗിൽ നിന്ന് വരാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഷവർ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഷവർ ഏരിയയിൽ നമ്മൾ ഫ്ലെയിംഡ് ഗ്രാനൈറ്റ് ആണ് കൊടുത്തേക്കുന്നത്. നമ്മൾ WCയുടെ ലെഡ്ജ് വാൾ കൊടുത്തപ്പോ കുറച്ച് ഡെപ്ത് കൂട്ടി കൊടുത്തു. സോ അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോറേജ് ഇവിടെയായിരുന്നു പ്ലാൻ ചെയ്തത്. സോ കുറച്ച് ഡെപ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇതിന്റെ മേളിലാണ് നമ്മുടെ വെന്റിലേഷൻ വരുന്നത്. സോ അത് കവറായി പോവാതിരിക്കാതെ ഒരു ക്യൂരിയോസ് എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ ഇവിടെ എടുത്തത്. സോ ഇന്റീരിയർ പ്ലാൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാഷ് ഏരിയയും നമ്മൾ ഒരു പ്രീമിയം ലെവലിലാണ് കൊടുത്തേക്കുന്നത്. സെയിം നമ്മൾ വോൾ ടൈൽ തന്നെയാണ് വാഷ് ഏരിയയുടെ ടോപ്പിൽ നമ്മൾ കൊടുത്തേക്കുന്നത്. നമ്മളിവിടെ ടാപ്പ് കൊടുത്തേക്കുന്നത് നേരെ വാളിൽ നിന്ന് വരുന്ന രീതിയിൽ നേരത്തെ തന്നെ പ്ലംബിംഗ് വർക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഇവിടെ നമ്മൾ ലൈറ്റ് മിററും കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ വാഷ്റൂം ഒക്കെ ചെയ്യുമ്പോൾ ഒരു കളർ തീമിൽ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് സ്പേസ് കുറവാണെങ്കിലും കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ട് തോന്നുകയും ചെയ്യും.